ഹൈ ഡിയർ സ്റ്റുഡൻസ്, നെറ്റ് എക്സാമിൻ്റെ സോഷ്യോളജി പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് നമുക്ക് കിട്ടുന്നത് 3 അവേഴ്സാണ്. 3 അവേഴ്സിൽ ഫസ്റ്റ് പേപ്പറിൻ്റെ 50 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സെക്കൻഡ് പേപ്പർ അഥവാ നമ്മുടെ സബ്ജക്റ്റ് പേപ്പറായിട്ടുള്ള സോഷ്യോളജിയുടെ 100 ക്വസ്റ്റ്യൻസും നമുക്ക് എഴുതണം. ടോട്ടൽ 3 അവേഴ്സ്. അതിൽ കിട്ടുന്നത് 3 അവേഴ്സിനുള്ളിൽ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ, അതായത് റീസെൻ്റ് പാറ്റേണിൽ റീസെൻ്റ് സിലബസിലൊക്കെ നമുക്ക് ടൈം വലിയൊരു ഇഷ്യൂ ആയിട്ട് വരാറില്ല. കുറച്ച് സ്പീഡാക്കിയാൽ തന്നെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഏതായാലും സിലബസിലേക്ക് കിടക്കാം. വളരെ പ്രധാനപ്പെട്ടതും ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതുമായിട്ടുള്ള ഏരിയയാണ് സോഷ്യോളജിക്കൽ തിയറി. ഓക്കെ, സോഷ്യോളജിക്കൽ തിയറിയിൽ എന്തൊക്കെയാണ്, ആരൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? പ്രധാനപ്പെട്ട തിയറിസ്റ്റുകൾ, നമുക്ക് ഇതിനെ സോഷ്യൽ തിയറിയെ തന്നെ പല ഭാഗങ്ങളായിട്ട് വിഭജിക്കാം. ക്ലാസിക്കൽ തിയറി, സ്ട്രക്ചറൽ ഫങ്ഷണലിസം, ഹെർമനോട്ടിക്സ് ആൻഡ് ഇൻ്റർപ്രറ്റേറ്റീവ് ട്രഡീഷൻസ് എറ്റ്സെട്ര, പോസ്റ്റ് മോഡേൺ തിയറീസ് എറ്റ്സെട്ര. ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് ആണ് ഫസ്റ്റ്. ദ ട്രയോ, സോഷ്യോളജിയിലെ അധികായന്മാരായ 3 ആളുകൾ, എമിൽ ഡർക്കെയിം, മാക്സ് വെബർ, കാൾ മാർക്സ്. ഇത് 3ഉം ഏറ്റവും പ്രധാനപ്പെട്ടതും ക്വസ്റ്റ്യൻസ് വളരെ കൂടുതൽ വരുന്നതുമായിട്ടുള്ള ഏരിയയാണ്. അത് സിവിൽ സർവീസ് എക്സാമിനാണെങ്കിലും ഇത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട 3 തിങ്കേഴ്സ്. എമിൽ ഡർക്കെയിം, ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തിയറികളൊക്കെ പഠിച്ചെടുക്കുക. ഡിവിഷൻ ഓഫ് ലേബർ അടക്കം പഠിച്ചു വെക്കുക. മാക്സ് വെബറിൻ്റെ പ്രധാനപ്പെട്ട തിയറികൾ ഓരോന്നായിട്ട് പഠിച്ചു വെക്കുക. കാൾ മാർക്സിൻ്റെ പ്രധാനപ്പെട്ട തിയറികളും ടേംസും ഒക്കെ പഠിച്ചു വെക്കുക. ഓരോ തിയറിസ്റ്റുകളെയും അതുപോലെ തന്നെ അവരുടെ തിയറികളെയും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് സിലബസ് ഡിസ്കഷൻ ആയതുകൊണ്ട് അങ്ങനെ സ്പീഡാക്കി പോവാണ്. അടുത്തത് മെലിനോസ്കിയാണ്. മെലിനോസ്കിയെ ഒഴിവാക്കിക്കൊണ്ടൊരു സോഷ്യോളജി ഇല്ല. റാഡ്ക്ലിഫ് ബ്രൗൺ, TP അഥവാ ടാൽക്കോട്ട് പാസൺ, ദെൻ ലെവിസ്ട്രോസ്. ഇനി അടുത്ത ട്രഡീഷനിൽ ജച്ച് മെഡ്, കാൾ മാനം, ആൽഫ്രഡ് ഷോർട്സ്, ഹാരോൾഡ് ഗാർഫിങ്കൽ, എർവിൻ ഗോഫ്മാൻ, ക്ലിഫോർഡ് ഗീറ്റ്സ്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പഠിച്ചു വെക്കുക. ഇനി പോസ്റ്റ് മോഡേൺ, പോസ്റ്റ് സ്ട്രക്ചറലിസം ആൻഡ് പോസ്റ്റ് കൊളോണിയലിസം, ഇതിലാരൊക്കെയാണുള്ളത് നോക്കാം. എഡ്വാർഡ് സെയ്ദ്, പിയറെ ബോർഡിയോ, മൈക്കൽ ഫൊക്കോൾട്ട്, ജോറൻ ഹെബർമാസ്, ആൻ്റണി ഗിഡൻസ്, മാനുവൽ കാസ്റ്റിൽസ്. സോഷ്യോളജിയുടെ ഒരു പ്രത്യേകത, സോഷ്യോളജി ഒരു റീസെൻ്റ് സബ്ജക്റ്റാണ്, റീസെൻ്റ്ലി ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് അധിക തിയറിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളും ജീവിച്ചിരിക്കുന്നവരുമാണ്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇവരെ സ്വന്തം സ്പീച്ച് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ദെൻ ഇന്ത്യൻ തിങ്കേഴ്സ്, മഹാത്മാഗാന്ധി, BR അംബേദ്കർ, RK മുഖർജി, GS ഖുറേ, MN ശ്രീനിവാസ്, ഇരാവതി കർവേ. ഓക്കെ, ഇനി റിസർച്ച് മെത്തഡോളജിയാണ്. ഇതിലെന്തൊക്കെയാണെന്ന് നോക്കാം. റിസർച്ച് മെത്തഡോളജിയിൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ, കൺസെപ്ച്വലൈസേഷൻ, ഫോർമുലേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എറ്റ്സെട്ര ടെക്നിക്സ്. ഇനി ഫസ്റ്റ് കൺസെപ്ച്വലൈസേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഫിലോസഫി ഓഫ് സയൻസ്, scientific method and epistemology in social science,
ഹെർമനോട്ടിക് ട്രഡീഷൻസ്. ഇതൊക്കെ എന്താണെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ് നമുക്ക് നെറ്റിന് വരുന്നത്. സിവിൽ സർവീസിനാവുമ്പം മെയിൻസ് ഓറിയൻറ്റഡ് റൈറ്റിംഗ് ആണ് വേണ്ടത്. ഇപ്പോൾ രണ്ടിൻ്റെ അപ്രോച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ കേരളത്തിലെ ലെക്ചർ പോസ്റ്റിലേക്ക് PSC വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഏതായാലും മെയിൻസ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കില്ലായിക്കൊണ്ട് തന്നെ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ നെറ്റ് പാസ്സായാൽ കോളേജിൽ ലെക്ചർഷിപ്പ് ആണല്ലോ, അല്ലെങ്കിൽ റിസർച്ച്. എന്തുതന്നെയായാലും നോളജ് വേണം, സബ്ജക്റ്റ് നോളജ്. അതുകൊണ്ട് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ PSCയുടെ എക്സാമൊക്കെ പാസ്സാവുന്നത് പോലെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നെറ്റ് എക്സാം പാസ്സാവാൻ എളുപ്പമാണ്. രണ്ടും ട്രൈ ചെയ്യാം. പക്ഷെ ആദ്യം പറഞ്ഞതാണ് നല്ലത്. കാരണം നമ്മളിത് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതാണ്, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ. ഒബ്ജക്റ്റിവിറ്റി ആൻഡ് റിഫ്ലെക്സിവിറ്റി, എത്തിക്സ് ആൻഡ് പൊളിറ്റിക്സ്. ഇനി ഒരു റിസർച്ച് ഡിസൈൻ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്? റീഡിങ് സോഷ്യൽ സയൻസ് റിസർച്ച് ഡാറ്റ ആൻഡ് ഡോക്യുമെൻറ്റ്സ്, ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ, ഫാക്റ്റ് കൺസെപ്റ്റ് ആൻഡ് തിയറി, ഹൈപ്പോത്തസിസ്, റിസർച്ച് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ്സ്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ്. ഇതിലെന്തൊക്കെയാണെന്ന് വരാൻ നോക്കാം. എത്നോഗ്രഫി, സർവേ മെത്തേഡ്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, കമ്പാരിറ്റീവ് മെത്തേഡ്. റിസർച്ച് ടെക്നിക്സ് എന്തൊക്കെയാണ്? സാമ്പിളിംഗ്, എങ്ങനെയൊക്കെയാണ് സാമ്പിളിംഗ് നടത്തുന്നത്? വിവിധ തരത്തിലുള്ള സാമ്പിളിംഗ്, ക്വസ്റ്റനെയർ ആൻഡ് ഷെഡ്യൂൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ ആൻഡ് കേസ് സ്റ്റഡി, ഇൻ്റർപ്രിട്ടേഷൻ, ഡാറ്റ അനാലിസിസ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. ദെൻ മൂന്നാമത്തെ ഭാഗം സോഷ്യോളജിയിലെ ബേസിക് കൺസെപ്റ്റുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. സോഷ്യോളജിക്കൽ കൺസെപ്റ്റ്സ്. സോഷ്യൽ സ്ട്രക്ചർ എന്താണ്? കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ്വർക്ക്സ്, സ്റ്റാറ്റസ് ആൻഡ് റോള്, ഐഡൻറ്റിറ്റി. ഇതൊക്കെ ആദ്യം പ്രഡിക്റ്റ് ചെയ്ത സയൻറ്റിസ്റ്റുകൾ ആരൊക്കെയാണ്? എന്താണ് സംഭവം? ഓരോരുത്തരും ഡെഫിനേഷൻ എന്ത്? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. കമ്മ്യൂണിറ്റി, ഡയസ്പോറ, വാല്യൂസ്, നോംസ് ആൻഡ് റൂൾസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂസ് ആൻഡ് നോംസ്? പേഴ്സൺഹുഡ്, ഹാബിറ്റസ് ആൻഡ് ഏജൻസി, bureaucracy, power and authority. Social institutions like marriage, family and kinship, economy, polity, religion, education, law and customs, etc. Any social stratification, grouping of people. എന്തൊക്കെയാണ്? social difference, hierarchy, inequality and marginalization, caste and class, gender, sexuality and disability, race, tribe, ethnicity. Social change and process, evaluation and diffusion, modernization, development, social transformations and globalization, social mobility. ഇനി റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻസ് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം നമുക്ക്. റൂറൽ ആൻഡ് പെസൻറ്റ് സൊസൈറ്റി, അർബൻ സൊസൈറ്റി. ഇനി റൂറൽ ഏരിയയിൽ കാസ്റ്റ്, ട്രൈബ് സെറ്റിൽമെൻറ്റ്, അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് എമർജൻറ്റ് ക്ലാസ് റിലേഷൻ, ലാൻഡ് ഓണർഷിപ്പ് ആൻഡ് അഗ്രേറിയൻ റിലേഷൻസ്, ഡിക്ലൈൻ ഓഫ് അഗ്രേറിയൻ എക്കണോമി, ഡീപെർസൻറ്റൈസേഷൻ ആൻഡ് മൈഗ്രേഷൻ, അഗ്രേറിയൻ അൺറസ്റ്റ് ആൻഡ് പെസൻറ്റ് മൂവ്മെൻറ്റ്, ചേഞ്ചിങ് ഇൻ്റർ കമ്മ്യൂണിറ്റി റിലേഷൻസ് ആൻഡ് വയലൻസ്. അടുത്തത് അർബൻ സൊസൈറ്റി. അർബൻ സൊസൈറ്റിയിൽ എന്തൊക്കെയുള്ളത് നോക്കാം. അർബൻ സൊസൈറ്റിയിൽ നമുക്കുള്ള കാര്യങ്ങൾ അർബനിസം, അർബാനിറ്റി ആൻഡ് അർബനൈസേഷൻ, ടൗൺസ്, സിറ്റീസ്, മെഗാ സിറ്റീസ്, ഇൻഡസ്ട്രി, സർവീസ് ആൻഡ് ബിസിനസ്, നെയ്ബർഹുഡ്, സ്ലംസ് ആൻഡ് എത്നിക് എൻക്ലേവ്സ്, മിഡിൽ ക്ലാസ്, ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ്, അർബൻ മൂവ്മെൻറ്റ്സ് ആൻഡ് വയലൻസ്. ഇനി സ്റ്റേറ്റ്, പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. Political process in India, tribe and nation state, border, bureaucracy, governance and development, public policy, health, education, livelihoods, political culture, grassroots democracy, law and society, gender and development, corruption, role of international development organizations, then social movements
ആൻഡ് പ്രൊട്ടസ്റ്റ്. പ്രധാനപ്പെട്ട പ്രൊട്ടസ്റ്റുകൾ, പൊളിറ്റിക്കൽ ഫാക്ഷൻസ്, പ്രഷർ ഗ്രൂപ്പ്സ്, മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ കാസ്റ്റ്, എത്നിസിറ്റി, ഐഡിയോളജി, ജെൻഡർ, ഡിസബിലിറ്റി, റിലീജിയൻ ആൻഡ് റീജിയൻ, സിവിൽ സൊസൈറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്. ഇതൊക്കെ സിവിൽ സർവീസിനും കൂടെ ഉള്ള ടോപ്പിക്കുകളാണ്. NGOs, ആക്ടിവിസം ആൻഡ് ലീഡർഷിപ്പ്, റിസർവേഷൻ ആൻഡ് പൊളിറ്റിക്സ്. എക്കണോമിക് ആൻഡ് സൊസൈറ്റി, ചേഞ്ച്, ഗിഫ്റ്റ്, ക്യാപിറ്റൽ, ലേബർ ആൻഡ് മാർക്കറ്റ്, മോഡ് ഓഫ് പ്രൊഡക്ഷൻ, പ്രോപ്പർട്ടി ആൻഡ് പ്രോപ്പർട്ടി റിലേഷൻസ്, സ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റ് വെൽഫെയറിസം ആൻഡ് നിയോ ലിബറലിസം, മോഡ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, poverty and exclusion, factory and industry system, changing nature of labor relations, gender and labor process, business and employability. ഇതൊക്കെയാണ് ഉള്ളത്. ബിസിനസ് ആൻഡ് ഫാമിലി, ഡിജിറ്റൽ എക്കണോമി, ഇ-കൊമേഴ്സ്, ഗ്ലോബൽ ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ്സ്, ടൂറിസം, കൺസംഷൻ. ഓക്കെ. എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി, സോഷ്യൽ ആൻഡ് കൾച്ചറൽ എക്കോളജി, ഡൈവേഴ്സ് ഫോം. ഈ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ തിങ്കേഴ്സ് അവരൊക്കെയാണ് നോക്കേണ്ടത്. കുറേയൊക്കെ കറണ്ട് അഫെയർസ് ഭാഗങ്ങളാണ്, നമുക്ക് ബുക്സിലൊന്നും വായിച്ചാൽ കിട്ടില്ല. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ തന്നെ നോക്കേണ്ടി വരും, കറണ്ട് അഫെയർസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ഓക്കെ. ടെക്നോളജിക്കൽ ചേഞ്ച്, അഗ്രികൾച്ചർ ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഇൻഡിജിനിയസ് നോളജ് സിസ്റ്റം ആൻഡ് എത്നോമെഡിസിൻ, ജെൻഡർ ആൻഡ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് പോളിസീസ്, ആദിവാസീസ് ആൻഡ് എക്സ്ക്ലൂഷൻ, ഇക്കോളജിക്കൽ ഡിഗ്രഡേഷൻ ആൻഡ് മൈഗ്രേഷൻ, ഡെവലപ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ, വാട്ടർ ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. ഇതൊക്കെ ജനറൽ ടോപ്പിക്സും കൂടെയാണ്, നമുക്ക് മറ്റ് പല സോഴ്സുകളിൽ നിന്നും ലഭിക്കും. സിവിൽ സർവീസിൻ്റെ ബുക്സുകൾ, വീഡിയോസ്, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ജനറൽ ടോപ്പിക്സും കൂടെയാണ് ഇതൊക്കെ. ഡിസാസ്റ്റർ ആൻഡ് കമ്മ്യൂണിറ്റി റെസ്പോൺസസ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഡിസബിലിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇൻ്റർനാഷണൽ പോളിസീസ്. ദെൻ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ്, പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക. ദെൻ ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ് എന്തൊക്കെ ടൈപ്പാണ്, തിയറിറ്റിക്കൽ അപ്രോച്ചസ്, സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ്, അലയൻസ് ആൻഡ് കൾച്ചർ, ജെൻഡർ റിലേഷൻസ് ആൻഡ് പവർ ഡൈനാമിക്സ്, ഇൻഹെറിറ്റൻസ്, സക്സഷൻ ആൻഡ് അതോറിറ്റി, ജെൻഡർ, സെക്ഷുവാലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ, ചിൽഡ്രൻ, യൂത്ത് ആൻഡ് എൽഡർലി, ഇമോഷൻസ് ആൻഡ് ഫാമിലി, emergent forms of family, changing marriage practices, changing care and support system, family laws, domestic violence and crime against women, honor killing. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ ആസ്പെക്റ്റുമായിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി എന്തൊക്കെ, ഹിസ്റ്ററി, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ചേഞ്ചിങ് നോഷൻസ് ഓഫ് ടൈം ആൻഡ് സ്പേസ്, ഫ്ലോസ് ഓഫ് ബൗണ്ടറീസ്, virtual community, media, print and electronic, visual and social media, e-governance and surveillance society, technology and emerging political process, state policy, digital divide and inclusion, technology and changing family relations, technology and changing health systems, food and technology, cybercrime. Then the last one എന്താണ്, science and symbols, culture and symbolic transformation. Okay. Rituals, beliefs and practices, changing material culture, moral economy, education, formal and informal, religious organization and spirituality, commodification of rituals, communalism and secularism, cultural unity and mobilization, culture and politics, gender, body and culture, art and aesthetics, ethics and morality, sports and culture, pilgrimage and religious tourism, religion and economy, culture and environment, new religious movements. ഓക്കെ, ഇതാണ് നമുക്ക് ടോട്ടലി ഉള്ള കാര്യങ്ങൾ. ഇനി ഇതൊക്കെ പഠിച്ചാലേ നെറ്റ് കിട്ടുള്ളൂ? ഒരിക്കലുമല്ല. നെറ്റ് കിട്ടാൻ ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സ്ട്രാറ്റജി പറഞ്ഞുതരാം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബാങ്ക് വാങ്ങുക. ഒരു 5 to 6 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് പഠിക്കുക. എന്ന് പറഞ്ഞാൽ എക്സാം എഴുതി നോക്കുക, സാധാരണ എക്സാം എഴുതുന്ന പോലെ എഴുതി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കൂടെ വിത്ത് സൊല്യൂഷനാണ് വാങ്ങേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ 4 ഓപ്ഷൻസ് ഉണ്ടാവും. 4 ഓപ്ഷനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ അവർ തന്നിട്ടുണ്ടാവും.
അപ്പോൾ ഇതന്നെ പഠിച്ചാൽ ഒരു 10 ഇയേഴ്സിൻ്റെ ഈ 4 ഓപ്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ നമുക്ക് നെറ്റ് കിട്ടും, ഓർക്കാൻ കഴിയുമെങ്കിൽ. അത്രേ വേണ്ടൂ. ഇനി JRF വേണം, അതുപോലെ തന്നെ മറ്റുള്ളവരെ ടീച്ചിങ് അല്ലെങ്കിൽ ലെക്ചറിങ് ഏരിയയിലേക്ക് പോകണം, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് സിലബസ് ബൈഹാർട്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. സിലബസിൽ എന്തൊക്കെയാണുള്ളത് നോക്കുക, അതിനനുസരിച്ച് പഠിക്കുക. നോട്ട്സ് എഴുതുക. നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ അത്രയുള്ള നോട്ട്സ് അല്ല, പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോഷ്യോളജി പറഞ്ഞാൽ ഓൾമോസ്റ്റ് കൺസെപ്റ്റാണ്, ഫാക്ച്വൽ തിങ്സ് വളരെ കുറവാണ്. അപ്പോൾ കൺസെപ്റ്റാണ് പഠിച്ചിരിക്കേണ്ടത്. എന്താണ് സംസ്കൃതൈസേഷൻ എന്ന് പഠിച്ചാൽ ജസ്റ്റ് അതിൻ്റെ ഐഡിയ എന്ത് അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നോട്ട്സ് ഉണ്ടാക്കുക. നോട്ട്സ് ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രം, ബുള്ളറ്റ് പോയിൻറ്റ്സ് ഉള്ള നോട്ട്സ് ഉണ്ടാക്കുക, റിവൈസ് ചെയ്യുക. മെയിനായിട്ടുള്ള ബുക്കുകൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. നമ്മൾ ക്ലാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലെറ്റ് us see. ടൈമുള്ളതുപോലെ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.